eighth session of the topic electrochemistry. Today we can discuss the electrolysis. Electrolysis is a very familiar topic, and as we know, it is the chemical decomposition of electrolyte by the passage of electricity through it. And the electrolysis എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന കെമിക്കൽ ഡീകമ്പോസിഷനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റ്സ് it can be in the aqueous solution or in the molten state. Aqueous solution എന്ന് വെച്ചാൽ വാട്ടർ സൊല്യൂഷനിലോ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥ, മോൾട്ടൺ സ്റ്റേറ്റ് മീൻസ് ഉരുകിയ അവസ്ഥ, അതിനുള്ള ഇലക്ട്രോലൈറ്റ്സിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവയിൽ കെമിക്കൽ ഡീകമ്പോസിഷൻ സംഭവിക്കുന്നു. സോ ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്ത് Na+Cl- അയോൺസ് ആയിട്ട് മാറുന്നു. ഇതാണ് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിലെ കെമിക്കൽ റിയാക്ഷൻ. ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ വേർ ദ ഇലക്ട്രോളിസിസ് ഇസ് ഒക്കറിങ്. ഇലക്ട്രോളിസിസ് നടക്കണമെങ്കിൽ അവിടെ ഒരു ടാങ്ക് ഉണ്ടായിരിക്കും, പിന്നെ 2 ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും. ഈ ടാങ്കിലാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എടുക്കുക. ആ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള കണ്ടക്ടറാണ്. ഇലക്ട്രിസിറ്റി അതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. ആ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുന്ന അതിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഡിസ്കസ് ദ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ ദ അക്വസ് സ്റ്റേറ്റ് ആൻഡ് ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്. 2 സ്റ്റേറ്റിലും അവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ഡിഫറെൻ്റ് ആണ്. സോ വി ക്യാൻ ഗോ ത്രൂ ദ ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സൊല്യൂഷൻ ഓഫ് NaCl. സോഡിയം ക്ലോറൈഡ് അക്വസ് സൊല്യൂഷൻ ആണെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഡീകമ്പോസ് അക്വസ് സൊല്യൂഷൻ AQ ഡീകമ്പോസ് ചെയ്ത് Na+ഉം Cl- ആയിട്ട് മാറുന്നു. അവിടെ Na+ അയോൺസ് ഉണ്ട്. Na+ അയോൺസ് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് സോഡിയമായിട്ട് മാറും. അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ -2.71 വോൾട്ടാണ്. ദെൻ H+ അയോൺസ്, കാരണം വാട്ടർ സൊല്യൂഷൻ ആയതുകൊണ്ട് അവിടെ H+ അയോൺസും ഉണ്ടാവും. H+ അയോൺസ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ½ ആയിട്ട് മാറുന്നു. ബിക്കോസ് ഹൈഡ്രജൻ ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ 0 ആണ്, 0 വോൾട്ടാണ്. ദിസ് വാല്യൂ ഇസ് 0 വോൾട്ട്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നത് ഹൈഡ്രജൻ്റെയാണ്. അപ്പോൾ ഇവിടെ കാഥോഡിൽ ഒരു കോമ്പറ്റീഷനാണ്. ആരാണ് അവിടെ റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? സോഡിയം ഉണ്ട്, അവിടെ ഹൈഡ്രജനും ഉണ്ട്. സോഡിയം അയോൺസിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവിനേക്കാളും ഹൈഡ്രജൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുതലായതുകൊണ്ട് ഹൈഡ്രജനാണ് അവിടെ കാഥോഡിൽ റെഡ്യൂസ് ചെയ്യപ്പെടുക. കാരണം ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ് അവിടെ റിഡക്ഷൻ നടക്കുക. ഹൈഡ്രജൻ റിഡക്ഷൻ നടന്ന അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കാഥോഡിലെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് 2OH- അയോൺസ് ആവുന്നു. ഒപ്പം തന്നെ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് കാഥോഡിൽ ലിബറേറ്റ് ചെയ്യുന്നു. ആനോഡിലെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ Cl- അയോൺ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്. ഇവിടെ കാഥോഡിൽ നടക്കുന്ന റിഡക്ഷൻ ആണെങ്കിൽ ആനോഡ് നടക്കുന്ന ഓക്സിഡേഷൻ ആണ്, ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നു. ആ 2 ക്ലോറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ക്ലോറിൻ മോളിക്യൂളായിട്ട് മാറുന്നു. അപ്പോൾ ഈ അക്വസ് സൊല്യൂഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് കാഥോഡിൽ ലിബറേറ്റ് ചെയ്യുകയും ക്ലോറിൻ ഗ്യാസ് ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്നത്. ഗ്യാസ് ആകുമ്പോൾ ലിബറേറ്റ് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യല. അപ്പോൾ നമുക്ക് അവിടെ ഓവറോൾ റിയാക്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2Na+ 2Cl- 2H2O, അതായത് Na+ അയോൺസ് ഉണ്ട്, Cl- അയോൺസ് ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് 2Na+ഉം 2OH- അയോൺസും +H2 Cl2. ഹൈഡ്രജൻ ഗ്യാസ് കാഥോഡിൽ ലിബറേറ്റ് ചെയ്യും, ക്ലോറിൻ ഗ്യാസ് ആനോഡിൽ ലിബറേറ്റ് ചെയ്യും. സൊല്യൂഷനിൽ റിമെയിൻ ചെയ്യുന്നത് Na+ഉം OH. അതിലൂടെ കമ്പൈൻ ചെയ്ത് NaOH ഫോം ചെയ്യും, സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും, കോസ്റ്റിക് സോഡ ഫോം ചെയ്യുന്നു. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് മാനുഫാക്ചറിങ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് മാനുഫാക്ചറിങ് മെത്തേഡാണ് ദിസ് വൺ. അതായത് that is electrolysis of aqueous solution of sodium chloride. Sodium chloride
അക്യൂസ് സൊല്യൂഷൻ ഇലക്ട്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഹൈഡ്രജൻ ഗ്യാസും ക്ലോറിൻ ഗ്യാസും ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ. എന്നാൽ മോൾട്ടൺ NaCl ഉരുകിയ സോഡിയം ക്ലോറൈഡ് എടുത്ത് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ പ്രസൻസ് ഇല്ല. അപ്പോൾ അവിടെ എന്താ റിയാക്ഷൻ വരിക? Na+ ഇലക്ട്രോണിക് ഗെയിൻ ചെയ്ത് സോഡിയമായിട്ട് മാറുന്നു. കാഥോഡിൽ റിഡക്ഷൻ നടന്നു. ക്ലോറൈഡ് അയോൺസ് ക്ലോറിൻ ആറ്റമായി മാറുന്നു. ഇലക്ട്രോണെ ലിബറേറ്റ് ചെയ്യുന്നത് ആനോഡിൽ വരുന്ന റിയാക്ഷൻ ആണ്. അങ്ങനെ 2 ക്ലോറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ക്ലോറിൻ മോളിക്യൂൾ Cl2 മോളിക്യൂൾ ആവുന്നു. ഗ്യാഷ്യസ് ഫോമിൽ അത് ലിബറേറ്റ് ചെയ്യുന്നു. സോഡിയം കാഥോഡ് ഡെപ്പോസിറ്റ് ചെയ്യും. ക്ലോറിൻ ഗ്യാസ് ആനോഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് മോൾട്ടൺ NaCl അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇവിടെ വാട്ടർ മോളിക്യൂൾസ് വരുമ്പോൾ ഹൈഡ്രജൻ ആണ് ലിബറേറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ കാഥോഡിൽ സോഡിയമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോഡിയം ക്ലോറൈഡിൻ്റെ അക്വസ് സൊല്യൂഷനിൽ ഹൈഡ്രജൻ ഗ്യാസ് കാഥോഡിലുണ്ടാവും, ക്ലോറിൻ ഗ്യാസ് ആനോഡിലുണ്ടാവും, സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവിടെ സൊല്യൂഷനിൽ ഫോം ചെയ്യും. എന്നാൽ മോൾട്ടൺ NaCl ആണെങ്കിൽ സോഡിയം അവിടെ കാഥോഡ് ഡെപ്പോസിറ്റ് ചെയ്യും, ക്ലോറിൻ ഗ്യാസ് ആനോഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്യും. ഓക്കെ. ഈ കോപ്പറിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കോപ്പറിൻ്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡിന് കോപ്പർ മെറ്റലിൻ്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡിന് ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ ആനോഡായിട്ട് കീപ്പ് ചെയ്യും, പ്യുവർ ആയിട്ടുള്ള തിന്നായിട്ടുള്ള കോപ്പർ കാഥോഡായിട്ട് വയ്ക്കും, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആനോഡിലുള്ള കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിച്ച് Cu2+ അയോൺസ് ആയിട്ട് സൊല്യൂഷനിലേക്ക് വരും. എന്നാൽ കാഥോഡിൽ സംഭവിക്കുന്നത് എന്താ? ഈ Cu2+ അയോൺസ് കാഥോഡിൽ നിന്ന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കോപ്പറായിട്ട് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആനോഡിൻ്റെ തിക്നെസ്, ഇംപ്യൂർ ആയിട്ടുള്ള ആനോഡ് കോപ്പർ ആനോഡിൻ്റെ തിക്നെസ് കുറഞ്ഞു വരികയും പ്യുവർ ആയിട്ടുള്ള കാഥോഡ് കോപ്പറിൻ്റെ തിക്നെസ് കൂടി വരികയും ചെയ്യും. അപ്പോൾ അതാണ് അനദർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇലക്ട്രോളിസിസിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. നെക്സ്റ്റ് അതിൽ വരുന്ന ടോപ്പിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് ദിസ് ഇലക്ട്രോളിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സോഡിയം അയോണിന് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ഗെയിൻ 1 ഇലക്ട്രോൺ to deposit 1 sodium atom. ഇനി 1 മോൾ സോഡിയം അയോൺസിന് റിഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ 1 മോൾ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്താലാണ് 1 മോൾ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കുളോംസ് ആണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവോഗാഡ്രോ നമ്പറാണ്. ദാറ്റ് ഈസ് 6.02 × 10⁻23. ഇത്രയും ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 6.02 × 10⁻23 × 1.6 × 10⁻⁻19 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 96,500 കുളോംസ്. ഇത് റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. 96,500 കുളോംസ്. അപ്പോൾ 1 മോൾ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 1 മോൾ ഇലക്ട്രോൺസ് വേണം. അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 6.02 × 10⁻23 × 1.6 × 10⁻⁻19 ആണ്. ആ വാല്യൂ ആണ് 96,500 കുളോംസ് ആണ്. ഇതിനെയാണ് നമ്മൾ 1 ഫാരഡേ എന്ന് പറയുന്നത്. 1 ഫാരഡേ 1F. ഓക്കെ. അപ്പോൾ ഫാരഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഫാരഡേ മീൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ദാറ്റ് ഈസ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 1 മോൾ ഓഫ് സോഡിയം. 1 മോൾ ഓഫ് സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യമായ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയെ നമുക്ക് എന്താ പറയുക? 1 ഫാരഡേ എന്ന് പറയാം. ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ക്ലിയർ ആയിരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഒരു സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ, ഒരു സോഡിയം അയോണിന് ഒരു ഇലക്ട്രോൺ വേണം. 1 മോൾ സോഡിയം അയോണിന് 1 മോൾ ഇലക്ട്രോൺ വേണം. ആ 1 മോൾ ഇലക്ട്രോണിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ദാറ്റ് ഈസ് 6.02 × 10⁻23 × 1.6 × 10⁻⁻19 ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതിൻ്റെ റൗണ്ട് ഓഫ് ചെയ്ത വാല്യൂ ആണ് 96,500 കുളോംസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് കൺസിഡേർഡ് ആസ് 1 ഫാരഡേ. ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ
അലുമിനിയം സൾഫേറ്റിൽ ഉള്ള അയോൺസ് Al3+ അയോൺസ് ആണ്. അവിടെ അലുമിനിയം ഡെപ്പോസിറ്റ് 1 മോൾ അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 ഗ്രാംസ് അലുമിനിയം ആണ്. 1 മോൾ അലുമിനിയം എന്ന് പറഞ്ഞാൽ 27 ഗ്രാംസ് അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ Al3+ 3 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്താലാണ് അലുമിനിയം ആയിട്ട് മാറുക. ഒരു അലുമിനിയത്തിൻ്റെ 1 മോൾ അലുമിനിയത്തിൻ്റെ മാസ് ഉള്ളത് 27 ഗ്രാംസ് ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് in order to deposit 27 grams of aluminum, we require 3 moles of electrons. അതായത് ഒരു അലുമിനിയം ആറ്റം ഡെപ്പോസിറ്റ് ചെയ്യാൻ 3 ഇലക്ട്രോൺ വേണം. അങ്ങനെയാണ് 1 മോൾ അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ 3 moles of electrons വേണം. 3 moles of electrons means അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് 3 ഫാരഡേ. 3 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 27 ഗ്രാംസ് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ 1 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 9 ഗ്രാംസ് ഓഫ് അലുമിനിയം ആണ്. ഇതിന് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, അതായത് 1 മോൾ അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് 27 ഗ്രാംസ് അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 3 മോൾസ് ഓഫ് ഇലക്ട്രോൺസ് വേണം. 3 മോൾസ് ഓഫ് ഇലക്ട്രോൺ 3 ഫാരഡേ വേണം. അങ്ങനെയാണെങ്കിൽ 1 ഫാരഡേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ 9 ഗ്രാംസ് അലുമിനിയം ആണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇനി കാൽസ്യം ക്ലോറൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് CaCl2, അവിടെ കാൽസ്യത്തിൻ്റെ ഓക്സിഡേഷൻ റേറ്റ് Ca2+ ആണ്. ഒരു കാൽസ്യം അയോണിന് റെഡ്യൂസ് ചെയ്യാൻ 2 ഇലക്ട്രോൺസ് വേണം ഒരു കാൽസ്യം ആറ്റമായി മാറണമെങ്കിൽ. ദെൻ 1 മോൾ ഓഫ് കാൽസ്യം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് 2 മോൾസ് ഓഫ് electrons. 2 moles of electrons are required to deposit 1 mole of calcium. 1 mole of calcium means 40 grams. 40 grams calcium deposit ചെയ്യാൻ 2 moles of electrons ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ that means 2 Faraday of electricity is required to deposit 40 grams of calcium. So in order to deposit 20 grams of calcium, how many quantity of electricity is required? It's very simple. In order to deposit 20 grams of calcium, we require only 1 Faraday. 1 Faraday means the same as 96,500 coulombs. This is the quantitative aspect of the electrolysis. That is, here 20 grams or in the other case, in the case of 9 grams of aluminium means it's an equivalent mass. That is, in order to deposit 1 equivalent mass of any substance, it requires 1 Faraday of electricity. That is, by using 1 Faraday of electricity, 1 gram equivalent of a substance can be deposited. Okay. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസിൻ്റെ കുറവുണ്ടോ? ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് കെമിക്കൽ ഡീകമ്പോസിഷൻ ആണ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോലൈറ്റിൽ കെമിക്കൽ ഡീകമ്പോസിഷൻ നടന്ന് അവിടെ കാറ്റയോൺസും ആനോൺസും ഫോം ചെയ്യുന്നു. അവിടെ കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ്, ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ ആണ്. അവിടെ ആക്ച്വലി ആനോഡിൽ ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷന് ഇലക്ട്രോഡിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓക്സിഡേഷനും റിഡക്ഷനുമാണ് അവിടെ ഇലക്ട്രോളിസിസിൽ നടക്കുന്നത്. ഇലക്ട്രോളിസിന് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ദാറ്റ് ഈസ് അക്യൂസ് NaCl-ഉം മോൾട്ടൺ NaCl-ൻ്റെ കണ്ടീഷൻ. അക്യൂസിലും മോൾട്ടനിലും പ്രോഡക്ട്സ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഈ പറഞ്ഞതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അതായത് അവിടെ 1 ഫാരഡേ എന്ന് പറയുന്നത് 96,500 coulombs ആണ്. 1 Faraday means actually the quantity of electricity of 1 mole of electrons. 1 mole of electronsന്റെ ടോട്ടൽ ചാർജിനെയാണ് 1 Faraday എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ 1 mole എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ 6.0 × 10⁻². അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് അത് എത്രയാണ്? 1.6 × 10⁻−19. അപ്പോൾ അവഗാഡ്രോ നമ്പറിനെ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 96,500 coulombs. അതിനെയാണ് നമ്മൾ 1 Faraday എന്ന് കൺസിഡർ ചെയ്യുന്നത്. 1 Faraday ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 gram ഇക്വാലൻ്റ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അത് ഇക്വാലൻ്റ് വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആറ്റമിക് വെയിറ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ ബാലൻസ് ചെയ്യണം. അലുമിനിയം ആണെങ്കിൽ 27/3, കാരണം അലുമിനിയത്തിൻ്റെ ബാലൻസ് 3 ആണ്. 27/3 ചെയ്യുമ്പോൾ 9 കിട്ടി.
and 9 grams deposit ചെയ്യണമെങ്കിൽ we have to use 1 farad of electricity. Okay, hope you followed. Thank you.